പേടിക്കണ്ട, ഇത് കൊള്ളസങ്കേതമൊന്നുമല്ല. ഒരു ചെട്ടിയാരുടെ കയ്യിൽ നിന്ന് ഞാൻ വാങ്ങിയതായി പഴയ കെട്ടിടം. ഇത് ഇടിച്ചു നിരത്തി ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാൻ പോവാ. എല്ലാം അപ്പച്ചന്റെ പണം, അല്ലാതെ തെരുവുതിണ്ടിയ അലക്ഷൻ എവിടുന്നാ പണം അല്ലേ? ഇവിടെ വെച്ചാവുമ്പോ ആരും അറിയില്ല. വീട്ടിൽ വന്ന് ഈ വക കാര്യങ്ങൾ പറയുമ്പോ അമ്മച്ചിക്ക് ദേഷ്യം വരും, ചിലപ്പോ ബഹളം ഉണ്ടാകും, അല്ലെങ്കിൽ അമ്മച്ചിക്ക് പോലീസിനെ വിളിക്കണമെന്ന് തോന്നും. അതൊക്കെ മെനക്കേടല്ലേ? ഇവിടെ വെച്ചാവുമ്പോ എനിക്ക് സൗകര്യം. ഷോ പരിഭ്രമിക്കണ്ട, ഉടനെ പാം. വീട്ടിൽ മോള് തനിച്ചല്ലേ ഉള്ളൂ. ഇത് കണ്ടോ, മുദ്രപത്രം. ഇതിൽ അമ്മച്ചിയും ശോഭയെ ഓരോ ഒപ്പിടണം, അത്രേ ഉള്ളൂ. ഒന്നുമില്ല. നമ്മുടെ ചന്ദനവേലി ഇൻഡസ്ട്രീസും പുതിയതായി തുടങ്ങാൻ പോകുന്ന എക്സ്പോർട്ടിംഗ് കമ്പനിയും എന്റെ പേരിലാക്കിയതിനുള്ള രേഖയാ. പിന്നെ തൂത്തുക്കുടിയിലെ ചെമ്മീൻ കമ്പനി. ഇത്ര പെട്ടെന്ന് ഇതിന്റെ ഒന്നും ആവശ്യം വരില്ലായിരുന്നു. എന്ത് ചെയ്യാം, അമ്മച്ചി എന്നെ പിടിച്ച് പുറത്താക്കിയ സ്ഥിതിക്ക് എനിക്ക് എന്റേതായിട്ടുള്ള വഴി നോക്കാതിരിക്കാൻ പറ്റുമോ? ഇത്രയും നാളും കഷ്ടപ്പെട്ട് ഈ കളിയൊക്കെ കളിച്ചിട്ട് ഒരു സുപ്രഭാതത്തിൽ പൊടിയും തട്ടി അങ്ങനെ ഇറങ്ങിപ്പാ നോക്കൂ. ആഹാ, കൃത്യസമയത്ത് തന്നെ വന്നല്ലോ. എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒരു സാക്ഷ്യം ഉണ്ടാവുന്നതാ അതിന്റെ ഒരു ഭംഗി. ചന്ദനവേലി തറവാടിന്റെ പുതിയ രക്ഷകനല്ലേ, കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്ന നല്ലതാ. ആ, അമ്മച്ചിക്ക് പെട്ടെന്ന് എന്നോടൊരു സ്നേഹം, സ്വത്തുക്കളൊക്കെ എന്റെ പേരിലാക്കണമെന്ന്. വേണ്ടാന്ന് ഞാൻ പറഞ്ഞിട്ട് അമ്മച്ചി കേൾക്കണ്ടേ? ഒടുവിൽ അമ്മച്ചിയുടെ ആഗ്രഹമല്ലേ നടക്കട്ടെ എന്ന് ഞാനും കരുതി. ആ, ഇനി സമയം കളയണ്ട. സാക്ഷി വന്നില്ലേ? ദാ ഇവിടെ ഒപ്പിട്. അമ്മച്ചി വേണ്ട, ഒപ്പിടരുത്, ഇത് ചതിയാണ്. ഇവൻ അങ്ങനെയൊക്കെ പറയും. അമ്മച്ചി ഒപ്പിട്. വെറുതെ ബലം പ്രയോഗിക്കേണ്ട ബാലകൃഷ്ണ. ദിവസം 1.5 പറയുടെ ചോറ രണ്ടൂർ ഉണ്ണുന്നത്. തടി കേടാക്കണ്ട. അമ്മച്ചിയിൽ ഒപ്പിട്. ഇല്ല, നീ വേണമെങ്കിൽ ഞങ്ങളെ കൊന്നോ, എന്നാലും ഞാൻ ഒപ്പിടില്ല. അയ്യോ, അമ്മച്ചി ഞാൻ ഒന്നും ചെയ്യൂല. ഒന്നുമില്ലേലും ആ കൈകൊണ്ട് ഒരുപാട് ചോറ് വാരി തന്നിട്ടില്ല എനിക്ക്. കഷ്ടപ്പെട്ടെന്നെ വളർത്തി ഇത്രയും വലുതാക്കിയില്ലേ, അതിന് നന്ദി കാണിക്കണ്ട ഞാൻ. നന്ദി? എന്റെ മോനെ കൊന്നതാണോ നന്ദി? പാവം, എബി നല്ലവനായിരുന്നു, എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് അവനെ കൊല്ലുകല്ലാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. ഒരു വശത്ത് അവനോടുള്ള സ്നേഹം, മറുവശത്ത് എന്റെ കണക്കൂട്ടലുകൾ തെറ്റുമെന്നുള്ള ഭയം. എല്ലാം അവൻ കണ്ടുപിടിക്കുന്ന ഉറപ്പായപ്പോ അവനേക്കാളും അധികം ഞാൻ എന്നെ സ്നേഹിച്ചു അമ്മച്ചി. സ്വാർത്ഥനായിപ്പോയി ഞാൻ. ക്ഷമിക്കേ, അമ്മച്ചിയുടെ മകന് അത്രേ ആയുസ് വിധിച്ചിട്ടുണ്ടാവൂ. പക്ഷെ ഇവൻ ബുദ്ധിമാനാ, കാട്ടുകള്ളൻ. ഒരു പഴുതുമില്ലാതെ ആക്സിഡന്റ് ആക്കി മാറ്റിയ കൊലപാതകം ഇവൻ കണ്ടുപിടിച്ചു. ആന ബുദ്ധിയാവന്. ഹൃദയം മാറ്റി വെച്ചതുകൊണ്ട് എബിയുടെ ആത്മാവ് ഇവന്റെ കൂടെ ഉണ്ടത്രേ. സെന്റിമെന്റ്സിന്റെ പുറത്ത് അമ്മച്ചി ശോഭ ഇവൻ പറഞ്ഞ് വിശ്വസിപ്പിച്ചു. എന്തിന്? എന്നെ ഒഴിവാക്കണം, എങ്കിലല്ലേ ഇവന്റെ ഉദ്ദേശം നടക്കൂ. സമ്മതിക്കോ ഞാൻ? ഇല്ലേ അമ്മച്ചി? സമ്മതിക്കില്ല. അലക്സ് ആഗ്രഹിച്ചത് അലക്സിന് കിട്ടണം. അത് ആര് തടഞ്ഞാലും അലക്സ് സമ്മതിക്കില്ല.